ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡൽഹിയിലുള്ള രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ്റെ ഫുൾ വീഡിയോ ആണ്. അപ്പോൾ ഇതുവഴിയാണ് നമുക്ക് എൻട്രി ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യം നമ്മൾ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ എടുക്കണം. ടിക്കറ്റ് ഫ്രീ ആണ്. അവിടുന്ന് ടിക്കറ്റെല്ലാം എടുത്ത് ഞങ്ങൾ ഇതുവഴി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു കുരങ്ങിനെ കണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇതുവഴിയാണ് അമൃത് ഉദ്യാനം എന്നാണ് ഇതിൻ്റെ പേര്. നേരത്തെ മുഗൾ ഗാർഡൻ എന്നായിരുന്നു. അപ്പോൾ അവിടെ ഇന്ന് ആൾക്കാരൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല നല്ല പൂക്കളും ഒക്കെ നമുക്ക് വഴിയരികിൽ പോകുന്തോറും കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്നത് എൻ്റെ മയിലിൻ്റെയൊക്കെ നല്ല ഒരു ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു പാർക്ക് പോലാണ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെയാണെങ്കിൽ ഒരു ഏർമാടം ഉണ്ട്, പിന്നെ ഒരു ഉന്തുവണ്ടി പോലൊരു വണ്ടിയുണ്ട്, അതിലൊക്കെ കുറേ പൂക്കൾ ഇങ്ങനെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല രസം അവിടെ ഇങ്ങനെ ഇരിക്കാനും കാണാനും ഒക്കെ. പിന്നെ ഇത് രണ്ടാമത്തെ എൻട്രി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ ഒത്തിരിയും ഉണ്ട്. ഇപ്പം കണ്ടില്ലേ, ഇപ്പോൾ ഇതൊരു വണ്ടിയെ പോലെ ഇങ്ങനെ കുറേ പൂവൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് നല്ല രസമാണ് അത് അടുത്ത് ഫോട്ടോ എടുക്കാനൊക്കെ. ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആകുന്ന ഒരു പൂവാണ് ഈ കാണുന്നത്. ഭയങ്കര കളർഫുള്ളായിട്ടുള്ളതാണ്, പല പല കളറിലാണ് ഈ പൂ എന്ന് പറയുന്നത്. ഇത് ഈ കാണുന്ന പൂ എന്ന് പറയുന്നത് ജമന്തിയാണ്. ഇതൊരു വള്ളം പോലെ ഉണ്ടാക്കി അതിനകത്ത് കുറേ പൂവെല്ലാം വെച്ചിട്ടുണ്ട്. ഇതാണെങ്കിൽ ഈ വെള്ള കളറിലെ പൂ കാണുന്നില്ല, ഇതാ അവിടെ നിൽക്കുന്നത്, അതാണ് ട്യൂലിപ്പാണ്. ഇതാ ഈ ചുമന്ന കളറിലെ പൂവാണ്, ചീരപ്പൂ പോലിരിക്കും, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതെല്ലാം കണ്ട് നമ്മൾ ഇതുവഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ സൈഡിൽ റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ വലിയ പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ അതൊക്കെ ഉണ്ട്. പിന്നെ ഒരു വലിയൊരു മരമുണ്ട്, മരത്തിലാണെങ്കിൽ കുറേ പൂക്കളുണ്ട്. പിന്നെ നമ്മൾ മെയിൻ സ്ഥലം ഇനിയാണ് പോകേണ്ടത്. ഇതാണ് മെയിൻ സ്ഥലം. ആ ഗേറ്റിലോട്ട് നമ്മൾ കടക്കാൻ പോവാണ്, അതിൻ്റെ അകത്തോട്ട് കയറി. ഇതാണ് രാഷ്ട്രപതി ഭവൻ. അപ്പം നിങ്ങൾക്ക് മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. രാഷ്ട്രപതി ഭവൻ്റെ നടുക്ക് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. അവിടെയാണ് മെയിനായിട്ട് കാണേണ്ട കാഴ്ചകളൊക്കെ. അപ്പോൾ ഇത്രയും നേരം കണ്ടതൊന്നും അല്ലാന്ന് നമുക്ക് തോന്നും. ആദ്യം നമ്മൾ ഓർക്കും അയ്യോ ഇതൊക്കെ തന്നെ ഉള്ളൂ എന്ന് ആദ്യം ചിന്തിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് കയറി കടക്കുമ്പം ഒത്തിരിയും കാഴ്ചകളുണ്ട്. വെള്ളത്തിൻ്റെ നടുക്ക് നല്ല രസമുള്ള പൂവ്, അതും വലിയ വലിയ ജമന്തികൾ എല്ലാം ഉണ്ട്. ഞാനതിൻ്റെ മുന്നോട്ട് ചെയ്യുന്ന കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രസമുണ്ട്. അടുത്ത് ചെയ്യുന്ന ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല വന്നത്. അപ്പോൾ എൻ്റെ കൂടെ മമ്മിയുണ്ട്, ബ്രദറുണ്ട്, പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള 2 ഫാമിലീസും ഉണ്ട്, അങ്കിളും ആൻറ്റിമാരും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. നല്ല രസമായിരുന്നു. ഈ പൂ കണ്ടില്ലേ, 3 കളറിലെയാണ്, വെള്ളയും വയലറ്റും പിന്നെ ഡാർക്ക് വയലറ്റും. അപ്പോൾ ഇതിൻ്റെ നടുക്കൂടി ഇങ്ങനെ വെള്ളവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, മരങ്ങൾ തന്നെ നല്ലൊരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. അതിനെ നല്ല കട്ടിങ്ങൊക്കെ ചെയ്തൊരു കുട പോലെയാണ് കാണുന്നത്. പ്രത്യേക രസമാണ് മരങ്ങൾ തന്നെ കാണുമ്പോൾ. നല്ല പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതാ ഈ ഒരു വലിയ മൈതാനം കണ്ടോ, നല്ല പച്ചപ്പുള്ള. ആകാശത്താണ് സൂര്യൻ ഉദിച്ച് ഇങ്ങനെ നല്ല വെയിലുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ ആ മൈതാനത്തിലൊരു അത്തപ്പൂ പോലെ അവിടുത്തെ പൂക്കളൊക്കെ വെച്ച് അവർ എന്തൊക്കെയോ ഒരു അത്തപ്പൂക്കളം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നടക്കാനുണ്ട്, നമ്മൾ കുറേ നടക്കാനുണ്ട്. ഓരോ ഘട്ടമായിട്ട് ഇങ്ങനെ ഓരോ വാതിൽ കൂടി ഇങ്ങനെ നടന്ന് പോകണം. കുറേ സ്കൂൾ കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു, കാരണം ഉച്ച സമയം കൂടി ആകാറായപ്പോൾ നല്ല വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ മരത്തിൻ്റെ തണലിൻ്റെ അവിടെ പോയി നിന്ന്. അപ്പോൾ ആ മരത്തിൻ്റെ തണലിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഒരു കുട പോലെ ഇങ്ങനെയാണ്, ഭയങ്കര തണലും നല്ല പച്ചപ്പും നല്ല പ്രകൃതി സൗന്ദര്യമുള്ള നല്ല രസമുണ്ടായിരുന്നു കാണാൻ മൊത്തത്തിൽ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ വെച്ചിരിക്കുന്നത് കാക്ടസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്.
രാഷ്ട്രപതി ഭവൻ മൊത്തത്തിൽ അവിടെ എല്ലാം ഞങ്ങൾ കണ്ടിട്ട് മൂന്നാമത്തെ ഒരു വാതിലിൽ കൂടി കടക്കാൻ പോവാണ്. അതിന് മുന്നേ ഈ നിൽക്കുന്ന ഒരു പൂ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം ഞാൻ കാണിക്കാവേ. വെള്ളയും ഒരു പിങ്ക് കളറും കൂടി കലർന്നിട്ടുള്ള പൂവ്, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും മൊത്തം ഒരു റോസാ പൂന്തോട്ടം പോലെ കാണുന്നത്. പല കളറിലുള്ള റോസാപ്പൂ, മെറൂണ്, നല്ല കട്ട ചോര കളറിലെ റോസാപ്പൂ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ പൂ ഒരു ചെറിയ പൂവ്, അത് പെട്ടെന്ന് നോക്കുമ്പോൾ മുല്ലപ്പൂ പോലെ തോന്നും, പക്ഷേ അത് മുല്ലപ്പൂവല്ല, ഒരു പ്രത്യേകതരം പൂവ്. പല പൂക്കളും നമ്മൾ കാണാത്ത സൈസ് പൂക്കളാണ്. ഇത് നല്ല വൈറ്റ് റോസ, പക്ഷേ ഭയങ്കര വലിപ്പമുള്ളതാണ്. അതെല്ലാം പൂ പിടിച്ച് നിൽക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. അടുത്താണെങ്കിൽ നല്ല വലിയ വേറൊരു റോസയാണ്, അത് ഓറഞ്ച് കളറിലെ റോസാപ്പൂ. അങ്ങനെ റോസാപ്പൂക്കളുടെ തന്നെ ഒത്തിരി ഉണ്ടായിരുന്നു കാണാൻ. ഈ റോസാപ്പൂ കണ്ടില്ലേ, നല്ല രസമുണ്ട്. അപ്പം ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വെർട്ടിക്കൽ ഗാർഡൻ പോലെ ഇങ്ങനെ ചെടിച്ചട്ടിക്കകത്ത് ബട്ടർഫ്ലൈ പോലത്തെ ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബട്ടർഫ്ലൈയുടെ ഈ പകിട്ട് നിറങ്ങളൊക്കെ കലർന്നിട്ടുള്ള ഒരിതില്ലേ, അതുപോലെ കാണാം. നല്ല രസമുണ്ടായിരുന്നു. പല കളറിലെയാണ്, ഓരോന്നും ഉണ്ട്. ഈ വലിയ ജമന്തി, ഇതെല്ലാം ഒരു ചെടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതിൽ പൂക്കളൊന്നും ഇല്ലാത്തതാണ്. അത് മഞ്ഞ കളറിലെ റോസാപ്പൂവാണ്. ഇത് റോസാപ്പൂക്കളുടെ തന്നെ കുറേ ഉണ്ടായിരുന്നു. ഇത് ലൈറ്റ് റോസ് കളറിലെ റോസാപ്പൂ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇത് നല്ല ചുമന്ന റോസാപ്പൂ. വർഷത്തിലൊരിക്കൽ മാത്രമാണ് മുഗൾ ഗാർഡൻ ഓപ്പൺ ചെയ്യുന്നത്. ഇത് പിങ്ക് കളറിലെ റോസ്, അപ്പോൾ അത് വാടിപ്പോയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ മുന്നോട്ട് ഇങ്ങനെ നടന്ന് വരികയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ അരികെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടു. പെട്ടെന്ന് അത്ഭുതപ്പെടുത്തി. ഒരു വലിയ റോസാ കമ്പ്, ഒരു മരം തന്നെ, ഇത്രയും വളർന്ന് വലുതായ വലിയൊരു മരം. അത് ഞങ്ങളെല്ലാം ആശ്ചര്യത്തോടു കൂടി നോക്കി നിന്ന് അതിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കുമായിരുന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, അവിടെ സൈഡിലായിട്ട് ജമന്തിയുടെ പൂക്കളാണ് അരികിൽ ഇങ്ങനെ നട്ട് വളർത്തിയിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒന്ന് ഈ ഒരു റോസാ മരം കണ്ടിട്ട് ഭയങ്കര, ആ മരം പടർന്ന് മുൾവശത്തെല്ലാം പന്തലിച്ച് ഒത്തിരിയും പൂക്കളുണ്ടായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. വെയിലും കൂടി അടിക്കുമ്പോൾ റോസാപ്പൂ കാണാൻ നല്ലൊരു രസമാണ്. അവിടുത്തെ അതെല്ലാം കഴിഞ്ഞ് നാലാമത്തെ വാതിലിലോട്ട് കടന്ന് വലിയൊരു ഫൗണ്ടെയിൻ പോലെ നടുക്കുണ്ട്. അതിൻ്റെ ചുറ്റും ഓരോ സർക്കിളായിട്ട് ലൈനായിട്ട് പൂക്കളാണ്. അപ്പോൾ ഇത് മതിൽ പോലെ ഇതിൻ്റെ അരികിലായിട്ട് വേണ്ട, ഇത് പല കളറിലെ പൂക്കൾ, വെള്ളയുണ്ട്, വയലറ്റ് ഉണ്ട്, ഡാർക്ക് വയലറ്റ്, മഞ്ഞപ്പൂ കാണുന്നില്ലേ, അത് കൊങ്ങിണിപ്പൂവില്ലേ നാട്ടിൽ, അതുപോലെ ഇരിക്കും, പക്ഷെ അത് കൊങ്ങിണിയല്ല, പ്രത്യേക ഒരു പൂവാണ്. ഭയങ്കര രസമുണ്ട്. ചില പൂവൊക്കെ വെയിൽ കൊണ്ട് ഒത്തിരി വാടിപ്പോയായിരുന്നു. ഇത് മഞ്ഞ ജമന്തിയാണ്, പക്ഷെ ഭയങ്കര വലിപ്പമാണ്. ഈ ജമന്തിയൊക്കെ കാണുമ്പോൾ ഒക്കെ നല്ല രസം. ഓറഞ്ച് കളറിലുണ്ട്. ഇത് ലൈനായിട്ടാണ് ഓരോ അരികിലും പൂക്കൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. വർഷത്തിലൊരിക്കൽ മാത്രം ഫെബ്രുവരി മാർച്ച് ഈ ഒരു സമയത്താണ് മുഗൾ ഗാർഡൻ ഓപ്പൺ ചെയ്യുന്നത്. അപ്പം ഈ കഴിഞ്ഞ വർഷം കണ്ട പൂക്കളല്ലായിരിക്കും നമ്മൾ ഈ പ്രാവശ്യം കാണുന്നത്. അതിനെക്കാട്ടിലും വ്യത്യസ്തമായ ക്രിയേറ്റിവിറ്റിയും പൂക്കളും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതുവഴി ഇങ്ങനെ ചുറ്റിക്കറങ്ങി വേണം നമുക്ക് അപ്പുറത്ത് വെളിയിലോട്ട് എക്സിറ്റ് അടിക്കാൻ വേണ്ടി. അപ്പം ഇതിൻ്റെ ഫോട്ടോസ് എടുക്കുമായിരുന്നു ഈ ഒരു കടലാസ് പൂവൊക്കെ കണ്ടിട്ട് ഞങ്ങൾ. എന്നിട്ടാണെങ്കിൽ ഒത്തിരിയും ജനങ്ങളാണ് വരുന്നത്, ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ഇതിൻ്റെ അരികിൽ കൂടി ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകാൻ നല്ല രസമാണ്. ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ പൂക്കളൊക്കെ കണ്ട് പോകാൻ.
അപ്പോൾ ആൾക്കാരൊക്കെ നല്ല ഒത്തിരിയും ഉണ്ടായിരുന്നു. ആൾക്കാരെല്ലാം ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുന്ന തിരക്കിലൊക്കെയാണ്. ഇത് കണ്ടില്ലേ, ഇതുവഴി ഇങ്ങനെ സർക്കിള് പോലാണ്, വട്ടത്തിൽ ഇങ്ങനെ കറങ്ങിയാണ് ആൾക്കാർ വരുന്നത്. അപ്പം നമ്മൾ എൻട്രി ചെയ്ത ഗേറ്റിൽ കൂടെ അല്ലായിരിക്കും പുറത്ത് കിടക്കുന്നത്. അപ്പം അത് പ്രത്യേകം വേറെ ഗേറ്റുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു ബൗണ്ടറി വിട്ടിട്ട് ഇതിനെ തൊടാനോ അല്ലെങ്കിൽ അകത്ത് കടക്കാനോ ഈ പൂക്കളുടെ അടുത്ത് പോകാനോ ഒന്നും അനുവാദം പെർമിഷൻ ഉള്ളതല്ല. അപ്പോൾ അവിടെ പോലീസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട് നമ്മളെ ശ്രദ്ധിക്കാനൊക്കെ. റൂൾസ് തെറ്റിക്കാൻ നമുക്ക് അനുവാദമില്ല. അപ്പം ഞങ്ങളതെല്ലാം കണ്ട് എന്നിട്ട് പിന്നെ അതിൻ്റെ പുറത്തോട്ട്, ഗേറ്റിൻ്റെ പുറത്തോട്ട് ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ഫുഡ് കോർട്ടുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ. ചുമ്മാ അവിടെ നിന്ന് നോക്കാമെന്ന് കരുതി അങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ ചായ, പിന്നെ പാവ് ഭാജി, അങ്ങനെ ചില ഈ കച്ചോടി അങ്ങനെയുള്ള ഓരോ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് അവിടെ നിന്ന് വെറുതെ ഒന്ന് നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. കുറേ നടക്കാനുണ്ട്. ഞങ്ങൾ ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ ശരിക്കും അതിൻ്റെ അകത്ത് നടന്നു. നല്ല വെയിലായതുകൊണ്ടും കുറച്ച് ക്ഷീണവും തോന്നിപ്പോകും. പക്ഷേ ഈ പൂക്കളൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ശ്രദ്ധയിൽ നമ്മൾ എല്ലാവരും സംസാരിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കുറേ നടന്നു. അപ്പോൾ ഇതിൻ്റെ നമ്മൾ നടക്കുന്ന വഴിയരികിൽ തന്നെ പൂക്കളാണ്. ഇതുണ്ടല്ലോ, ഒരു ക്ലോക്ക് പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറേ പൂക്കളുടെ അല്ല, പക്ഷേ അതിങ്ങനെ ചെടി. ഇതാണെങ്കിൽ കളറിൻ്റെ കല്ലാണ്. എന്നിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരുന്നു. മുന്നിൽ ആൻറ്റിമാരും മമ്മിയും ഒക്കെ ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഈ ഒരു പൂവ് ബട്ടൺസ് പോലെ നല്ല രസമുണ്ട്. അതും പല കളറിൽ, വെള്ളയുണ്ട്, റോസുണ്ട്. ഈ മരം കണ്ടോ, ഇങ്ങനെ ചെറിയ മരങ്ങളാണ്. അതൊക്കെ ചിലത് ഉണങ്ങിപ്പോയി, പക്ഷെ അവർ കട്ട് ചെയ്ത് അതിനെ നിർത്തി അതിന് വെള്ളമെല്ലാം കൊടുത്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ കാണുന്ന പ്രണബ് മുഖർജിയുടെ ഒരു സ്മാരകമല്ല, എന്തോ ഒരു ഇതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ട്. പിന്നെ ഞങ്ങൾ വെളിയിൽ റോഡിലോട്ട് ഇറങ്ങി. അപ്പം ഇത് പാനിപ്പൂരി ഉണ്ട്, പിന്നെ ടിക്കി ഓരോന്നൊക്കെ ഉണ്ട്. ഇത് പാവകളും ഐസ്ക്രീം എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. ഓക്കെ, ബൈ.